കുണ്ടോർപ്പി അച്ഛനുണ്ട്, പാലമറ്റ അച്ഛനുണ്ട്. അവരൊക്കെയാണ് ഞങ്ങളുടെ ഗുരുഭൂതർ. ഞങ്ങളൊക്കെ ഇന്ന് ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ചെറുപ്പത്തിൽ അവർ മിഷനിൽ നിന്നൊക്കെ വന്ന് ഷില്ലോങ്ങിൽ നിന്നും ബഗൽപൂരിൽ നിന്നൊക്കെ വരുമ്പോൾ ഇവിടെ വന്ന് മലയാളം അറിയാതെ പകുതി മലയാളത്തിൽ പകുതി ഇംഗ്ലീഷിലൊക്കെ ആയിട്ട് ഒരു കുർബാനയിലൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അന്ന് മനസ്സിലൊതിച്ച മോഹമായിരിക്കാം ഇന്ന് ഈ 25 വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളിലൊക്കെ ഉണ്ടായിരുന്ന ആ ജ്വാലയുടെ പൂരണമായിരിക്കാം ഇന്ന് 25 ജൂബിലി ആഘോഷിക്കാനായിട്ട് സാധിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ 25 വർഷം പല സ്ഥലങ്ങൾ പോയി ഇതൊരു യാത്രയായിരുന്നു, വലിയൊരു യാത്രയായിരുന്നു. ശരിക്കും യാത്ര തുടങ്ങിയത് ഈ പള്ളിയുടെ പഴയ പള്ളിയുടെ മുൻവശത്ത് ഒരു വൈകുന്നേരം 7 മണിയായപ്പോഴാണ് ആ യാത്രയുടെ തുടക്കം. എല്ലാ ദിവസവും 7 മണിക്ക് വൈകുന്നേരം ഇവിടെ കൊന്തയുണ്ടായിരുന്നു. അത് മൈക്കിലൂടെ കൊന്ത ചെല്ലുവാനായിട്ട് ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ വരുമായിരുന്നു. ഇപ്പോഴത്തെ കപ്പിയാരെ വിളിച്ചേട്ടൻ എൻ്റെ ഒരു വലിയ സുഹൃത്തും സഹയാത്രികനൊക്കെ ആയിരുന്നു. പിന്നെ ജോയി പാലമറ്റം, സജി പാലമറ്റച്ഛൻ്റെയൊക്കെ ജ്യേഷ്ഠൻ, അങ്ങനെ കുറച്ച് പേര് ഞങ്ങളിങ്ങനെ വൈകുന്നേരം പള്ളിയിലിരുന്ന് കൊന്തയില്ലാനായിട്ട് വരുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പരീക്ഷയൊക്കെ കഴിഞ്ഞ് 10ാം ക്ലാസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരോ ഒരാൾ പറഞ്ഞു, നമുക്കെന്നാ അച്ഛനാവാൻ പോയാലോ, അന്നന്ന് പോയി നോക്കാമെന്നൊക്കെ പറഞ്ഞ് കോളേജുകളിലെല്ലാം ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയമായി. അപ്പോൾ ഞങ്ങൾ അച്ഛനാവാൻ പോകാമെന്ന് പറഞ്ഞ് 3-4 പേര് എഴുന്നേറ്റു. വികാരിച്ച് തോമസ് മറ്റവച്ചനായിരുന്നു. അച്ഛനെ വന്ന് കണ്ടു. അച്ഛനോട് പറഞ്ഞു, ഞങ്ങൾക്ക് അച്ഛനാവാൻ പോയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അച്ഛൻ 2-3 പേരെ ഇങ്ങോട്ട് വിട്ടു, വിൻസെൻ്റ് സഭയിലേക്ക് വിട്ടു. എന്നെ വേറെ ജോലിച്ചാട്ടിനെയാണ് തോന്നുന്നു അവിടെ CMIയിലേക്ക് വിട്ടു, നീലീശ്വരത്ത് ആശ്രമത്തിലേക്ക് വിട്ടു. അങ്ങനെ വിട്ട് അവസാനം ഞങ്ങൾ 2 പേര് അച്ഛനായി. വിൻസെൻ്റ് സഭയിൽ കരിങ്ങൻ ജോൺസൺ അച്ഛനും ഞാൻ CMI സഭയിൽ അച്ഛനായി. അത് ഏകദേശം ഒരു 38-40 വർഷം മുമ്പാണ്. ആ യാത്രയുടെ തുടക്കം ഇവിടെ പള്ളിമുറ്റത്തു നിന്നായിരുന്നു. അന്ന് ഇതിനൊക്കെ കാരണഭൂതരായിരുന്നത് ഈ കുണ്ടോർപ്പി അച്ഛനും പാലമറ്റച്ഛനും ഒരു നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ മാഞ്ഞൂരാൻ അച്ഛനൊക്കെ ആയിരുന്നു. ഇവരൊക്കെ കണ്ട് ഇവർക്ക് മലയാളം അറിയാമെന്നുണ്ട് ഒരു അന്യന ദേശത്ത് പോയി ജോലി ചെയ്ത് തിരിച്ചു വന്ന് ഇവിടെ ഇടവകയിൽ കുർബാനയ്ക്ക് ചെല്ലുന്നത് കണ്ടപ്പോൾ മനസ്സിൽ വെച്ച മോഹമായിരിക്കാമെന്ന് ഞാൻ ഇപ്പോൾ തോന്നുന്നു. ഇപ്പോഴും ഞങ്ങൾ വരുമ്പോഴും ഇവിടെ വന്ന് കുർബാന വരുമ്പോഴും ഞങ്ങളും പലപ്പോഴും തെറ്റിപ്പോകും. ചില വാക്കുകളൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാക്ക് പൊളിക്ക് പോകും. എന്നാലും ഞങ്ങൾക്ക് പേടിയില്ല, കാരണം ഇവരാണ് ഞങ്ങൾ മുൻപുകൾ നടന്നു പോയത്. അതുപോലെ തന്നെ ഇവിടുത്തെ വികാരിച്ചന്മാരും എല്ലാവരും. കാരണം ഞങ്ങൾ പറയും ഈ നടുവട്ടം ഇടവക ദൈവവിളിക്ക് നല്ല വളക്കൂറുള്ള മണ്ണാണ്. ഇത്രയേറെ അച്ഛന്മാർ, ഇത്രയേറെ സിസ്റ്റേഴ്സ്. കൊച്ചിടവകയാണെങ്കിലും എന്നിവിടെ 3-4 അച്ഛന്മാർ കുർബാനയ്ക്കുണ്ടാകും. ഏത് അവധി ദിവസമില്ലെങ്കിലും അല്ലെങ്കിലും ഇവിടെ കുർബാനയ്ക്ക് 3-4 അച്ഛന്മാരുണ്ടാകും. അപ്പോൾ ഈ ദിവസത്തിൽ ഞാൻ വന്നിട്ട് 5 അച്ഛന്മാർ വെച്ചുള്ള കുർബാനയായിരുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30-ക്കും 6:30-ക്കും കുർബാനയ്ക്ക് 5 അച്ഛന്മാരാണ് കുഴപ്പമില്ല. എല്ലാവരും ചോദിക്കുന്ന വല്ല ആഘോഷമൊക്കെ ഉണ്ട്. അപ്പം അതുപോലെ തന്നെ സിസ്റ്റേഴ്സുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നടുവട്ടം നല്ല വളക്കൂറുള്ള ഒന്നാണ് ദൈവവിളിക്ക്. ഇവിടുന്ന് എല്ലാവരും തന്നെ ആരെങ്കിലും സെമിനാരിൽ പോയിട്ടുണ്ടാവും. എൻ്റെ വീട്ടിൽ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ആൻഡു, മാർട്ടിൻ, എന്നൊക്കെ അനിയനും ക്യാമ്പിനൊക്കെ പോയിട്ടുണ്ട്. ചേട്ടന് സെലക്ഷൻ കിട്ടിയില്ല. ഡോൺ ബോസ്കോയിൽ മണ്ണുത്തി അവിടെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അനിയൻ ഒരു ബ്രദർഹുഡിന് ചെന്നൈയിലേക്ക് പോയി. മാർട്ടിൻ അവിടെ കുറേ നാളെന്ന് പറഞ്ഞ് അവനെ വീട്ടിലൊക്കെ അവനൊക്കെ ചുറ്റിയൊക്കെ കണ്ട് ചെന്നൈയൊക്കെ നന്നായിട്ട് കണ്ട് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു പോകും. അപ്പോൾ അങ്ങനെ എല്ലാ വീടുകളിലും ദൈവവിളി ഉണ്ടായിരുന്നു. ആ ദൈവവിളി പലരും പരിപോഷിപ്പിച്ചു. ഇപ്പോഴും ഞങ്ങളുടെ ലിബിനച്ഛനൊക്കെ വർക്ക് ചെയ്യുന്നത് ജലന്ധർ രൂപതയിലാണ്. ഞങ്ങൾക്കെല്ലാം അഭിമാനിക്കാം. അതുപോലെ തന്നെ അച്ഛനൊക്കെ അമേരിക്കയിൽ അപ്പോൾ പരിപാലനം നടത്തുന്നു. അപ്പോൾ തീർച്ചയായിട്ടും
ഇപ്പോഴത്തെ ഇടവകയാരിച്ചതും ഇതിനു മുമ്പുണ്ടായിരുന്നവരും ഞങ്ങളെല്ലാവരും മതബോധനം പഠിപ്പിച്ച സിസ്റ്റേഴ്സുണ്ട്. അതുപോലെ തന്നെ മതബോധനോട് ടീച്ചേഴ്സൊക്കെ ഇവരൊക്കെ ഉണ്ടായിരുന്നു. കുർബാനയ്ക്ക് പിന്നെ അവരെ കണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം പ്രത്യേകം നന്ദി. ഞങ്ങളെ ഒരുക്കി ഞങ്ങളുടെ ദൈവങ്ങൾ ഇവിടെ വരെ എത്തിച്ചതിന്. ഈ യാത്ര ഇവിടെ തീർന്നിട്ടില്ല, ഇനിയും മുമ്പോട്ട് പോകണം. അതിന് നിങ്ങളുടെ എല്ലാം നമ്മുടെ ബഹുമാനപ്പെട്ട കൈക്കാരൻ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഏറ്റവും അത്യാവശ്യമാണ്. എൻ്റെ കൂടെ ആ ഭൂകമ്പത്തിലൊക്കെ ഉണ്ടായിരുന്ന 2 സിസ്റ്റേഴ്സാണ് ആ പുറകിലിരിക്കുന്ന ഹോളി ഫാമിലി സിസ്റ്റേഴ്സ്. അവരൊക്കെ ഞാൻ ചാടുന്നതിൻ്റെ പുറകിൽ അവരും ഉണ്ടായിരുന്നു. അവരും അവരുടെ ഗവൺമെൻറ്റുകളിൽ നിന്നെല്ലാം പുറത്തിയാണ്. അപ്പോൾ ഭൂകമ്പത്തിൽ ഞാൻ മാത്രമല്ല ചാടിയിട്ടുള്ളത്, പൊളിച്ച സിസ്റ്റേഴ്സ് ഹോളി ഫാമിലി സിസ്റ്റേഴ്സും ചാടിയിട്ടുണ്ട്. അവരുടെയും ഗവൺമെൻറ്റൊക്കെ തകർന്നു. അങ്ങനെ ഞങ്ങൾ അതിനെല്ലാം തരണം ചെയ്ത് ഇപ്പോൾ നിങ്ങൾ വന്ന് കണ്ടാൽ ആ ഭൂകമ്പം നടന്ന സ്ഥലമേ ഇല്ലാന്ന് അത്രമാത്രം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ രശ്മി സിസ്റ്റർ, ഷേർലി സിസ്റ്റർ അവരൊക്കെ ഈ ഭൂകമ്പം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളവരാണ്. ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കൊക്കെ എൻ്റെ എന്ത് കാര്യം വന്നാലും ഈ ഭൂകമ്പമാണ് മെയിനായിട്ടുള്ള കാര്യം. ആ ചാട്ടമാണ് എപ്പോഴും എല്ലാവർക്കും വാർത്ത. ഞാൻ ഇവിടെ നിന്ന് ആഫ്രിക്കയിൽ നിന്ന് നമീബിയ ചെന്നപ്പോഴും അന്ന് ഭൂകമ്പം, ആ ഭൂകമ്പം ഇപ്പോൾ തീർന്നിട്ടില്ല. ഭൂകമ്പം ഉണ്ടായപ്പോൾ ഉണ്ടായ അച്ഛനാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ വന്ന എല്ലാവർക്കും സിസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഇവിടെ സെൻറ്റ് ജോസഫ് സിസ്റ്റേഴ്സ് നിങ്ങൾക്ക് പ്രത്യേകം നന്ദി. പള്ളി അലങ്കരിച്ച് ഇവിടെ പാട്ട് പാടിയ എല്ലാ സഹോദരന്മാരും നന്ദി. അതിന് നമ്മുടെ അസിസ്റ്റൻ്റ് വികാരി ജസ്റ്റിനത്തിന് മുൻകൈയെടുത്ത് എല്ലാത്തിനും പ്രത്യേകം നന്ദി. എല്ലാവർക്കും ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഒരു വാക്കുകൂടി ഒരു വീട്ടുകാരെ കുറിച്ച് മാറ്റി അന്നു. അതുപോലെ തന്നെ എനിക്ക് 4 ചേട്ടത്തിമാരാണ്. ശരിക്കും പറഞ്ഞാൽ 3 ചേട്ടത്തിമാരുള്ളൂ. ഒരാൾ അനിയൻ്റെ ഭാര്യ ചേട്ടത്തിയെ പോലെയാണ് മറ്റെല്ലാ കാര്യങ്ങളും. അവരെല്ലാം 4 പേര് ആലോചിക്കുന്നതാണ് നടക്കുള്ളൂ. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളൊക്കെ വന്ന് വീട്ടിലോട്ട് വന്ന് എന്തൊക്കെയാണ് പ്രോഗ്രാമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ അച്ഛനൊന്നും കൊണ്ടും പേടിക്കണ്ട, അച്ഛനങ്ങോട് വന്നാൽ മതി, എല്ലാം ഞങ്ങൾ ശരിക്കൊള്ളുന്നത്. അപ്പോൾ അവരോട് ആദ്യം പറഞ്ഞ 100 പേര് നമുക്ക് ഒന്നിച്ചു കൂടി 100 പേര് കൂടി ഒരു ജൂബിലി ആഘോഷിക്കാം. വീട്ടുകാരെ മാത്രം വിളിച്ചു. അത് കഴിഞ്ഞ് അവർ ഓരോ ആഴ്ചയിൽ തന്നെ വിളിക്കും. അച്ഛൻ 100 തികയില്ല, 150. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ചയിൽ പെങ്ങൾ വിളിക്കും. അവിടെ നിന്ന് കൂടാൽപ്പാടെന്ന് LC അച്ഛോ 150 തികയില്ല, 200 ഇതിങ്ങനെ വിളിച്ച് അവസാനം പറഞ്ഞ് നിങ്ങൾ എന്തായാലും ആരൊക്കെയും വിളിച്ച് ഞാൻ അന്നത്തെ ദിവസം അവിടെ വന്നേക്കാം. അത്രമാത്രം ഉറപ്പ് ഞാൻ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ കാനഡയിലേക്കോ ഇംഗ്ലണ്ടിലേക്കോ അവർ പിള്ളേരെയൊക്കെ വിളിച്ച് എന്തൊക്കെ കുട്ടി ഇവിടെ വരെ എത്തിച്ചു. എല്ലാത്തിനും പ്രത്യേകം നന്ദി. അവിടെ കാനഡയിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്കും പിന്നെ നല്ലത് ഇവിടെ നിന്ന് ഡാൻസൊക്കെ കളിച്ച് അവർ ക്ലാസ് ഉണ്ടായിട്ട് ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് ഇവിടെ വന്ന് ഡാൻസ് കളിക്കാൻ. നിങ്ങൾ ഡാൻസ് കണ്ടില്ലല്ലോ, ഇനി അത് കാണാൻ പോകുന്ന പോലെ. അപ്പോൾ ഡാൻസ് കളിക്കുന്നവർക്കും ഇവിടെ സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്, ക്യാമറമാൻ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, സൗണ്ട് സിസ്റ്റം, പിന്നെ ഭക്ഷണം റെഡിയാക്കി ഓൾറെഡി ഭക്ഷണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും joy, a time of peace, a time when hearts are then set free, a time to heal the wounds of division. It's a time of grace, a time of hope, a time of sharing the gifts we have, a time to build the world that is one. It's the time to give thanks to the Father, Son and Spirit, and with Mary, our mother, we sing this song. Open your hearts to the Lord and begin to see the mystery that we are
time of the great Jubilee. It's a time of prayer, a time of praise, a time to lift our hands to God, a time to recall all our graces. It's a time to touch, a time to reach those hearts that often wander, a time to bring them back to God's embrace. It's the time to give thanks to the Father, Son, and Spirit, and with Mary, our mother, we sing this song. Open your hearts to the Lord and begin to sing this തോമസ് അച്ഛൻ ഇന്ന് സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന വർഗീസ് ചിദംബരം അച്ഛൻ, സ്നേഹ ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സിനെ, സ്നേഹമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത് ബഹുമാനപ്പെട്ട അഭിമന്യ പിതാവും നമ്മുടെ വർഗീസ് അച്ഛനും നമ്മുടെ പള്ളി വികാരി തോമസ് അച്ഛനും കൂടി ദീപം തെളിച്ചുകൊണ്ട്, അവരുടെ വീട്ടിലെ ചേട്ടന്മാരെ കൂടി ദീപം തെളിച്ചുകൊണ്ടാണ് നമ്മുടെ നേതൃത്വം ആരംഭിക്കുക. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. എവിടെയാണീശ്വരന്റെ കാൽപ്പാടുകൾ? മണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. എവിടെയാണീശ്വരന്റെ സുന്ദരാനനം? മണ്ണിലൊക്കെ ഞാൻ തേടി. അത് ഉത്തരവാദിത്തോടുകൂടെ ഈശ്വരനെ വിളിച്ചിരിക്കുന്ന വിളിയോടുകൂടി ആ പൂർണ്ണതയിൽ നിർവഹിക്കുവാനായിട്ട് വർഗീസിന് സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ജൂബിലി ആഘോഷത്തിൽ നമുക്ക് പ്രത്യേകം വർഗീസിന്റെ എല്ലാ പ്രവർത്തന മേഖലകളെയും സമർപ്പിച്ച്, അതേപോലെ കുടുംബാംഗങ്ങളുടെയും ആഗ്രഹങ്ങളും പ്രതീക്ഷകളൊക്കെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം ഈ ദേവാലയത്തിൽ വെച്ച്, ഈ ഇടവക ദേവാലയത്തിൽ വെച്ച് ഈ സിൽവർ ജൂബിലി ആഘോഷിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ ഒരു വർഷം മുമ്പ് മുതൽ ഇവരുടെ ഒരുക്കങ്ങൾ തുടങ്ങിയതാണ്. ഇതിൽ ഭാഗികമായി ഞാനും ഭാഗത്ത് വഹിച്ചിട്ടുണ്ട്. ഈ ജൂബിലിയുടെ ആഘോഷങ്ങളെ അറിയാനും അവർ എപ്പോഴും ചോദിച്ചുകൊണ്ട് വിളിക്കുകയും ചെയ്യുമായിരുന്നു. അവർ പ്രത്യേകം അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി ഈ കത്തോലിക്ക പുരോഹിതനായിട്ട് കുടുംബത്തിൽ നിന്ന് നമുക്ക് നൽകിയതിന് അവർക്ക് പ്രത്യേകം നന്ദി പറയാം. ഇന്നത്തെ തിരികർമ്മങ്ങൾ നമ്മൾ തിരികെച്ചു. ഇനി പിതാവിന് പിതാവിന് നമ്മുടെ ഇടവക വികാരി തോമസ് അച്ഛൻ സ്വാഗതം ആശംസിക്കുകയാണ്. കൊടുത്ത് സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഇതിലും കർമ്മത്തിൽ പങ്കെടുക്കാവുന്നതുപോലെ ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ ആശംസ പ്രവർത്തിക്കാനുള്ള രാജ്യത്തോട് ബിഷപ്പ് മാർ ജോസ് പിതാവിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു.
നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷത്തിൻ്റെയും അതിലേറെ ദൈവാനുഗ്രഹത്തിൻ്റെയും ഒരു ദിവസമാണ്. കാരണം നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ വർഗീസത്തെ പൗരോഹിത്യം വഴി ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്ന് ബലിയർപ്പണവും ബലിവസ്തുവുമായി നിൽക്കുന്നതിൻ്റെ 25 വർഷം പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ രജത ജൂബിലി ആഘോഷിക്കുവാനാണ് പരിപാലനമായി ദേവാലയത്തിൽ പരിശുദ്ധമായ നിർമ്മിതമായിരിക്കുന്നത്. ഈ പുണ്യമുഹൂർത്തത്തിന് സാക്ഷികളാകുവാനായിട്ട് ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഇദ്ദേഹത്തിന് അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുവാനായിട്ടാണ് നാം ഇന്ന് ഈ ദേവാലയത്തിൽ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവരുടെയും പേരിൽ, എൻ്റെ വ്യക്തിപരമായ പേരിൽ അദ്ദേഹത്തിന് ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും ഞാൻ നേരുന്നു. ചെറുപ്പം കുടുംബവുമായിട്ട് എനിക്ക് അടുത്ത പരിചയമുണ്ട്. ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ കുടുംബങ്ങളോട് വരികയും പോവുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നതുകൊണ്ട് വളരെ അടുത്ത പരിചയമുള്ള ഒരു കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളുമെല്ലാം എനിക്ക് വളരെ പരിചയമുള്ളതാണ്. വർഗീസുമായി അടുത്ത് പരിചയപ്പെടുന്നത് രാജകോട്ട് രൂപതയിൽ അദ്ദേഹം രാജകോട്ട് CMS പ്രോവിൻസിലേക്ക് അംഗമായി വരുന്നതോടുകൂടിയാണ്. വളരെ നീണ്ട കാലത്ത് പരിശീലനത്തിനും പഠനത്തിനും ശേഷം അദ്ദേഹം പുരോഹിതനായിരുന്നു. അതിനുശേഷം ഈ 25 വർഷം രാജകോട്ട് രൂപതയിൽ പ്രോവിൻസിലും രൂപതയുമായിട്ട് അദ്ദേഹം സേവനം ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തെ കാണുന്ന ആളുകൾ ഇന്നുവരെ എപ്പോഴും വളരെ സന്തോഷത്തോടെ കൂടിയിരിക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഒരിക്കലും ഒരു സങ്കടപ്പെട്ടോ അല്ലെങ്കിൽ ദുഃഖമായതോടു കൂടിയിട്ടുള്ള മുഖം കാണാൻ സാധിക്കില്ല. എപ്പോഴും സന്തോഷവാനായിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുവാനായിട്ട്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ, അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുവാൻ വളരെ തൽപരനായ ഒരു വ്യക്തിയാണ് വർഗീസ്. രാജകോട്ട് രൂപതയിലെ അദ്ദേഹം സാമൂഹ്യ സേവന രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനിൽ, ഭരണകാര്യങ്ങളിൽ എല്ലാം വളരെയധികം സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം രാജകോട്ട് സെന്റ് സേവിയേഴ്സ് പ്രോവിൻസിന്റെ പ്രൊവിൻഷ്യൽ കൗൺസിലറാണ്, ഫൈനാൻസിന്റെ പ്രൊവിൻഷ്യൽ കൗൺസിലറാണ്. അതിനു മുൻപ് അദ്ദേഹം സേവനം ചെയ്തത് ആദ്യ കാലഘട്ടങ്ങളിൽ സാമൂഹ്യ സേവന രംഗത്താണ്. നമുക്കറിയാം, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഗുജറാത്തിലുണ്ടായ കച്ച് പ്രദേശത്തുണ്ടായ ഭൂകമ്പത്തെ. ആ ഭൂകമ്പത്തിന്റെ സമയത്ത് ബച്ചാവ് എന്ന സ്ഥലത്ത് അദ്ദേഹം സേവനം ചെയ്യുകയായിരുന്നു. അവിടെ ഒരു സ്കൂളും ബോർഡിംഗ് ഹൗസും അച്ഛൻ്റെ കോട്ടേഴ്സും അതുപോലെ സിസ്റ്റേഴ്സിന്റെ കോൺവെന്റും എല്ലാം ഒരു സ്ഥലമായിരുന്നു. ഭയാനകമായ ഭൂകമ്പത്തിൽ എല്ലാ തലവും തരിപ്പണമായി, എല്ലാ കെട്ടിടങ്ങളും നിലനിൽക്കുമ്പോഴും അദ്ദേഹം താമസിച്ചിരുന്ന കെട്ടിടത്തിൽ നിന്ന് വളരെ അത്ഭുതകരമായി പുറത്തേക്ക് ചാടി അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെ ദൈവം അദ്ദേഹത്തെ സംരക്ഷിച്ചു. ഈ ജൂബിലിയെ പറ്റി ഓർക്കുമ്പോൾ ജൂബിലി is an occasion for us to look back with gratitude, to live the present with passion, to embrace the future with hope. കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കി ഈ തിരുസന്നിധിയിലേക്ക് ഞാൻ അർപ്പിക്കുന്നു. അതോടൊപ്പം പിതാവ് ഒത്തിരിയേറെ തിരക്കുകളുണ്ട്. ജീവിച്ച് ഇവിടെ വന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അതിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു. പിതാവിന് എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഈ ഇടവകയുടെ പേരിലും പ്രത്യേകമായി പറയുന്നു. പിതാവിനെ ചെറുപ്പത്തിലെ ചെറുതാനും ചെയ്തിട്ടുള്ളത് രണ്ട് പ്രവർത്തനമാണ്. പിതാവ് അവളെ പഠിച്ച് അവളെ പട്ടം സ്വീകരിച്ച് അതുപോലെ അവളെ ജോലി ചെയ്ത്
പിതാവായി ഇപ്പോൾ അവിടെ ഞങ്ങളോട് ജീവിക്കുന്ന അപ്പോൾ ചെറുപ്പം മുതലേ ഞാൻ കാണുന്ന പിതാവാണ്. ഈ ദിവസങ്ങളെല്ലാം പട്ടപ്രവർത്തകരായിട്ട് പിതാവ് എറണാകുളം കാസർഗോഡ് വയനാട് ആ സൈഡ് ബത്തേരി ആ സൈഡിലൊക്കെ പോയിട്ടുണ്ട്. അവിടെയെല്ലാം പോകുമ്പോൾ പിതാവിനെ കുറിച്ച് അവിടുത്തെ ഇടവകയിൽ വികാരിച്ചന്മാർ ഒരു കാര്യം പറയുന്നു. നിങ്ങളുടെ പിതാവ് സിമ്പിളാണ്, വളരെ അപ്രോച്ചബിളാണ്. ഓരോ വിഷയത്തിലും ഉള്ള പിതാക്കന്മാരെ കുറിച്ച് എല്ലാ വികാരന്മാരും നാട്ടിലുള്ള വികാരന്മാരും അവിടെയുള്ളവരെല്ലാം പറയുന്നത് നിങ്ങളുടെ പിതാക്കന്മാർ എത്ര സിമ്പിളായിട്ടുള്ള മനുഷ്യരാണ്. ആടുകൾ മണമുള്ള ഇടയന്മാരാണ്. അത് തന്നെയാണ് ഫ്രാൻസിസ് മഹാബോധ ജോസിതാവ്. ഈ ആളുകളെല്ലാം മണം അതിന് വ്യക്തിയാണ്. കാരണം പിതാവ് സോഷ്യൽ വർക്ക് അസാമൂഹ്യ സേവനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ലോകത്തിൻ്റെ ജീവിതം തുടർന്ന് അങ്ങനെ പിതാവായതാണ്. അല്ലാതെ പഠിച്ചു വന്നത് നേരെ പിതാവായതല്ല. ഒന്ന് പഠിച്ചിരുന്നത് സാധാരണഗതിയിൽ പിതാവായ ചാൻസ് കൂടുതലാണ്. പക്ഷെ പിതാവ് താഴെത്തട്ടിൽ നിന്ന് മനുഷ്യരുടെ ആളുകൾ മണം പറയുന്നത് പിതാവായി ഇരുന്നതാണ്. തീർച്ചയായും പിതാവിന് എൻ്റെയും കുടുംബത്തിൻ്റെയും ഈടവത്തിൻ്റെയും പ്രത്യേകമായി കണക്കുകൂടുന്നു. വലിയ പ്രവർത്തനമായിട്ട് നമുക്ക് ഒരുങ്ങാം. ഇന്നത്തെ വലിയ പ്രവർത്തനത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അയൽവാസികളെ ദ്രോഹിപ്പതിനാൽ കൈക്കൂലീനം വാങ്ങാത്തവനും സമാധാനം എന്നെ പഠിപ്പിച്ച എൻ്റെ മാതാപിതാക്കളെ ഞാൻ
പ്രത്യേകമായി ഈ അവസരത്തിൽ ഓർക്കുന്നു. 25 വർഷങ്ങൾക്ക് മുമ്പ് കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ, ബഹുമാനപ്പെട്ട വൈദികരെ, സന്യസ്തരെ, മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ബന്ധുക്കളെ, കുഞ്ഞുമക്കളെ, ഓരോ അത്താഴമേശയും ഒരുക്കപ്പെടുന്നത് ഒരുപാട് ത്യാഗങ്ങൾ ചേർത്ത് വെച്ചുണ്ടാക്കുന്ന ഒരു ബലിക്കല്ലിന്മേലാണ്. 24 മണിക്കൂറിനുള്ളിൽ കാലത്തിന്മേൽ കുരിശിന്മേൽ വിളക്കപ്പെടേണ്ടത് തന്റെ ശരീരവും ചിന്തപ്പെടേണ്ടത് തന്റെ രക്തവുമാണെന്നുള്ള തിരിച്ചറിവിന്റെ സന്ധ്യയിലാണ് ക്രിസ്തുനാഥൻ വിശുദ്ധ കുർബാനയുടെ അത്താഴമൊരുക്കിയത്. അങ്ങനെയുള്ള അനന്യമായ ത്യാഗത്തിന്റെ അത്താഴമേശയിലെ ശുശ്രൂഷകനാകാനായിട്ടാണ് പൗരോഹിത്യത്തിലൂടെ തമ്പുരാൻ തിരഞ്ഞെടുത്തത്. ഈ തിരഞ്ഞെടുപ്പിന്റെ നന്ദി നിറഞ്ഞ ഓർമ്മയിലാണ് ഈ നിമിഷം നിങ്ങളോടൊപ്പം ഞാനായിരിക്കുന്നത്. 25 വർഷങ്ങൾ പിന്നീടുള്ള യാത്രയിൽ ഒരു വേള അവിടുത്തെ കൃപയുടെ തടലിൽ നിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ഘട്ടമാണ് പൗരോഹിത്യ ജൂബിലി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ യാത്രയിലുടനീളം ദൈവത്തിൽ നിന്നും, മാതാപിതാക്കളിൽ നിന്നും, ഗുരുകുലരിൽ നിന്നും, സഹോദരങ്ങളിൽ നിന്നും, ബന്ധുക്കളിൽ നിന്നും, മിത്രങ്ങളിൽ നിന്നും, ജ്ഞാനവുമായിരിക്കുന്ന സിയമായി സമൂഹത്തിൽ നിന്നും, പ്രത്യേകിച്ച് രാജ്കോട്ട് സെന്റ് ജോർജ് കോവിലിൽ നിന്നും, രാജ്കോട്ട് രൂപതയിൽ നിന്നും, കണ്ണൂർക്കിയിൽ നിന്നും കടമുള്ള സുഹൃത്തുക്കൾ വീട്ടിലേക്ക് പറ്റാത്തതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിവ്യബലി എന്റെ വ്യക്തിത്വത്തിലൂടെ ആത്മാർത്ഥമാണ്. സഹയാത്രികനായി ഇവിടെ നടന്ന് കല്ലും മുഴുവൻ നിറഞ്ഞ വഴികളിൽ സ്വന്തം കർത്താവിൽ താങ്ങിയെടുക്കുകയും തളർന്നപ്പോഴൊക്കെ ആദരമായി സ്വയം കുറിച്ചു കിടന്നിട്ടെന്ന് എന്നെ വഴിനടത്തുകയും കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കുകയും ചെയ്ത നല്ല തമ്പുരാന് വീഴ്ന്നറിയാതെ ഞാനിങ്ങനെ നന്ദി പറയും. അവരുടെ മക്കൾ, അവരുടെ കുഞ്ഞുമക്കൾ എല്ലാവരെയും ഞാൻ ഈ വിശുദ്ധ കുർബാനയെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകമായി ഇന്ന് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ വലിയ ആഗ്രഹമുണ്ടായിട്ടും സാധിക്കാതെ പോയി മറ്റു രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ മക്കളെയും അവരുടെ കുഞ്ഞുമക്കളെയും പ്രത്യേകമായി ഈ വിശുദ്ധ ബലിയിൽ അവരെ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ വിശുദ്ധ കുർബാനയിലോട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകമായി ഇടവക വികാരി ഫാദർ തോമസ് നരികുളം, അസിസ്റ്റന്റ് വികാരി ജസ്ലിൻ അച്ഛൻ, അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് ഇയറിലെ ആസ്പിറൻസ് ഡയറക്ടറായ പോൾ വിജയത്തിൽ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനും പ്രത്യേകം നന്ദി പറയുകയും അദ്ദേഹത്തെ ഈ വിശുദ്ധ കുർബാനയിൽ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ലേവിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 25 അധ്യായം 8 മുതൽ 18 വരെ വാക്യങ്ങൾ. ഗുരു ആശ്വദിച്ചാൽ. ജൂബിലി വർഷം. വർഷങ്ങളുടെ 7 സാപത്തുകൾ എണ്ണുക. 7 പ്രാവശ്യം 7 വർഷങ്ങൾ. വർഷങ്ങളുടെ 7 സാപത്തുകളുടെ ദൈർഘ്യം 49 വർഷങ്ങൾ. 7-ാം മാസം 10-ാം ദിവസം നിങ്ങൾ എല്ലായിടത്തും കാഹളം മുഴക്കണം. പാപപരിഹാര ദിനമായി അന്ന് ദേശം മുഴുവൻ കാഹളം മുഴക്കണം. 50-ാം വർഷത്തെ നീ വിശദീകരിക്കണം. ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും. ഓരോരുത്തർക്കും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം. ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ. 50-ാം വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം. ആ വർഷം വിതയ്ക്കുകയോ ഭൂമിയിൽ താനെ വളർന്നവ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരിവള്ളികളിലെ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത്. എന്തെന്നാൽ അത് ജൂബിലി വർഷമാണ്. അത് നിങ്ങൾക്ക് വിശദമായിരിക്കണം. വയലിൽ നിന്ന് കിട്ടുന്നവ മാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കാം. ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം. നിന്റെ അയൽക്കാരനെ എന്തെങ്കിലും വിൽക്കുകയോ അവനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. അടുത്ത ജൂബിലി വരെയുള്ള വർഷങ്ങളുടെ കണക്കനുസരിച്ച് അയൽക്കാരനിൽ നിന്ന് നീ വാങ്ങണം. വിളവിൻ്റെ വർഷങ്ങളുടെ കണക്കനുസരിച്ച് അവനും നിനക്ക് വിൽക്കട്ടെ. വർഷങ്ങൾ കൂടിയിരുന്നാൽ വില വർദ്ധിക്കണം, കുറഞ്ഞാൽ വില കുറയ്ക്കണം. എന്തെന്നാൽ വിളവിൻ്റെ വർഷങ്ങളുടെ എണ്ണം അനുസരിച്ച് അവൻ നിങ്ങൾക്ക് വിൽക്കുന്നത്. നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. ദൈവത്തെ ഭയപ്പെടണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. സൃഷ്ടി പ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അത് വരുന്നതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. സ്വന്തം ഇഷ്ടത്താലല്ല, പ്രത്യാശ കൊടുത്ത് അതിനെ അധീനമാക്കിയവൻ്റെ അപേക്ഷ പ്രകാരം സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാവുകയും ദൈവമക്കളുടെ
നൈർമല്യം പ്രാപിക്കുകയും ചെയ്യും. സമസ്ത സൃഷ്ടികളും ഒന്നു ചേർന്ന് ഇതുവരെയും ഈറ്റുനോവ് അനുഭവിക്കുകയും നെടുവേർപ്പെടുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. യേശു ജനിച്ചപ്പോൾ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദരുടെ രാജാവായി ജനിച്ചത്? ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെരോദസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം ജെറുസലേം മുഴുവനും അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിനിടയിലെ നേതൃത്വരെയും വിളിച്ചുകൊണ്ട് ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത് എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദായിലെ ബെത്ലഹേമിൽ. പ്രവാചകൻ എഴുതിയിരിക്കുന്നു, യൂദായിലെ ബെത്ലഹേമിൽ, നീ യൂദായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ നയിക്കുന്നവൻ നിന്നിൽ നിന്ന് ഉത്ഭവിക്കുക. അപ്പോൾ ഹെരോദസ് അജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു. അവൻ അവരെ ബെത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടു കഴിയുമ്പോൾ ഞാൻ ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. കിഴക്ക് നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങി. അത് ശിശുവിടുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെയും അമ്മയെ മകരത്തോടുകൊണ്ട് കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപപാത്രങ്ങൾ പൊന്നും കുന്തിരിക്കവും നീറയും കാഴ്ചയർപ്പിച്ചു. ഹെരോദസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുന്നതിന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴി സ്വദേശത്തേക്ക് പോയി. സഹോദരനെ, കുഞ്ഞുമകളെ, ആദ്യമേ എല്ലാവരുടെയും പേരിൽ വർഗീയത്തിന് രജത ശുക്രിയുടെ 1000 മംഗളങ്ങൾ ആശംസിക്കുക. കൺഗ്രാറ്റുലേഷൻസ്. പൗരോഹിത്യത്തിൻ്റെ 25 വർഷത്തെ തീർത്ഥയാത്രയ്ക്ക് ശേഷം ഇന്ന് തിരുസന്നിധി എത്തിച്ചേർന്ന ദൈവസന്നിധിയിൽ നന്ദിയുടെ ബലിയർപ്പിക്കുകയാണ്. ഇന്ന് തിരുസഭാ മാതാവ് വേറൊരു തീർത്ഥയാത്രയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ദനഹാതിരുനാൾ. പൂജാരാധകന്മാർ കിഴക്കിൽ നിന്ന് പുതിയതായി ജന്മമുള്ള രാജാവിനെ കണ്ട് ആരാധിക്കുവാൻ വന്ന ആ പൂജ രാജാക്കന്മാരുടെ തിരുനാളാണ്. അതും ഒരു തീർത്ഥയാത്രയായിരുന്നു. ഈ വർഷം തിരുസഭാ മാതാവ് ജൂബിലി വർഷമായിട്ട് ആഘോഷിക്കുകയാണ്. ഈ ജൂബിലി വർഷത്തിന്റെ ആപ്തഭാഗ്യം തീർത്ഥ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ പ്രത്യാശയുടെ തീർത്ഥയാത്രകൾ എന്ന ആപ്തഭാഗ്യത്തോടു കൂടിയാണ് ഈ ജൂബിലി വർഷം നമ്മൾ ആഘോഷിക്കുക. അപ്പോൾ ഇന്ന് തീർത്ഥയാത്രയുടെ ദിവസമാണ്. പൂജാരാധകന്മാർ കിഴക്കിൽ നിന്ന് ഒരു നക്ഷത്രം കണ്ടു. അവർ ആരാധകന്മാരായിരുന്നു. അവരുടെ ലോകത്തിൻ്റെതായ ഒത്തിരി അറിവുകളുണ്ടായിരുന്നു, ജ്ഞാനമുണ്ടായിരുന്നു. പക്ഷെ ദൈവം അവർക്ക് ഒരു ദർശനം എടുത്തപ്പോൾ അത് ഈ ലോകം തരുന്ന ഒരു അറിവല്ല, ഒരു ദൈവിക അറിവ് ലഭിച്ചപ്പോൾ അതനുസരിച്ച് അവർ നടക്കുകയും ആ നക്ഷത്രത്തെ പിന്തുടർന്നുകൊണ്ട് മാതാവിനെയും ശിശുവിനെയും കണ്ടപ്പോൾ അവരതിനെ ആരാധിച്ചു. അവരെ ആത്മസമർപ്പണം നടത്തി പൂജാ വസ്തുക്കൾ അവരെ അർപ്പിച്ചുകൊണ്ട് അവർ അവിടെ നടന്നു പോവുകയായിരുന്നു. വർഗീയ ജീവിതകാലത്ത് മാമൂലി
വരികയാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും തീർച്ചയായിട്ടും ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. ചുറ്റുപാടുപോലെ തന്റെ ജീവിതത്തിലൂടെ ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് പാവപ്പെട്ടവരിലും ആവശ്യമുള്ള ആളുകളിലും അവരുടെ ആവശ്യങ്ങൾ അറിയാൻ സഹായിച്ചുകൊണ്ട് ദൈവസ്നേഹം പ്രഘോഷിച്ചുകൊണ്ട് പകർന്നു കൊടുത്തുകൊണ്ട് തന്റെ പൗരോഹിത്യ ജീവിതത്തിലെ 25 വർഷം ഇതൊരു ചെറിയ കാലമാണ്. പൗരോഹിത്യത്തിന്റെ രജത ജൂബിലി എന്ന് പറഞ്ഞാൽ ഇത് ഒന്നേ നീണ്ട കാലമായിട്ടില്ല, തുടക്കമേ ആയിട്ടുള്ളൂ. ഒരു നല്ല തുടക്കം കുറിച്ചുകൊണ്ട് ജീവിതം ആരംഭിച്ചിരിക്കുന്ന വർഗീയത്തിന് തീർച്ചയായിട്ടും അഭിമാനമുള്ള എനിക്ക് എന്റെ വീട്ടിൽ എനിക്ക് ഉറച്ചു തരുവാൻ സാധിച്ചു. എന്റെ ഈ ജീവിതത്തിലൂടെ യേശുവിന് കുറച്ചെങ്കിലും ചെയ്തു കൊടുക്കുവാൻ സാധിച്ചു. എനിക്ക് വേണ്ടി വലിയ കാര്യം ചെയ്യുന്ന ആ വലിയ നമ്പരാനിലേക്ക് ഒരു അനുഭവം കൊടുക്കുവാൻ സാധിച്ചു. യെരൂശലേം നായകാ ബലർത്തൻ വിമോചകാ അഭയമായി പ്രകാശമായി ബദലഹേം നഗരിയിൽ കുളിരു പൊഴിയും ഇരവിലായി വെറുമൊരു പുല്ലിൻ വിരിയിലായി ഇരുളിൽ തെളിയും മെഴുകുതിരി പോൽ ജാതനായൊരൻ യേശുവേ, യേശുവേ, യെരൂശലേം നായകാ ബലർത്തൻ വിമോചകാ അഭയമായി പ്രകാശമായി ബദലഹേം നഗരിയിൽ സ്നേഹമാം ദീപമേ നേർവഴി കാട്ടണേ കുരിശേറിയ കനിവേ തിരുവാമൊഴി തരണേ ഗാഗുൽത്തായിൽ ഇടറി നീങ്ങവേ പാപം പോക്കാൻ അലിയുമിടയനാം യേശുവേ, യേശുവേ, വീരമോടു നമ്മിൽ വർഷിച്ചു സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാക്കുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും എന്റെ രക്തം പാനം ചെയ്യും. മാനവ
അന്തിമ ദിവസമുയർപ്പിക്കും നിത്യായുസ്സവരിക്കും ഞാൻ ഏവം നാദനം ചെയ്തു. അരുളിയ പോലിൻ നീകളിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാനരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നും നമ്മുടെ ജീവിതപാതകളിൽ ആവശ്യകമാദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നും ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരദിക ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലികളുടെ സ്വസ്തി. സർവദായകാ വിണ്ണിൽ വാഴും നിന്റെ രാജ്യം വന്നിടേണമേ മധുരം
മിഷൻ പ്രവർത്തനങ്ങൾ അച്ഛൻ ചെയ്തിട്ടുള്ളതെന്നും ഇപ്പോൾ എവിടെയാണ് എന്നൊക്കെ അറിയുന്നതിനായി അച്ഛനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായി മീര മാർട്ടിനെ ക്ഷണിക്കുന്നു. ഫാദർ വാഗീസ് പോൾ ചെറുപ്പറമ്പിന്റെ പൗരത്വ സ്വീകരണത്തിന് സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന്റെ ലഘു ജീവചരിത്രം നിങ്ങൾ ഏവരുമായി പങ്കുവയ്ക്കുകയാണ്. 1967 സെപ്റ്റംബർ 25-ാം തീയതി നടുവട്ടം ഇടവകയിൽ പൗലോ അനം ദമ്പതികളുടെ 6ാമത്തെ മകനായി ജനിച്ചു. സഹോദരൻ ചാക്കോ, മേരി, ദേവസ്കുട്ടി, എൽസി, ആൻഡ്രു, മാർട്ടിൻ. തന്റെ സ്കൂൾ ജീവിതത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ദൈവവിളി മനസ്സിലാക്കിയ അദ്ദേഹം 1985 തന്റെ ജീവിതത്തിൽ സുപ്രധാന ലക്ഷ്യത്തിലേക്ക് കാൽവെപ്പ് നടത്തി. സ്കൂൾ പഠനത്തിനു ശേഷം അദ്ദേഹം ഗുജറാത്തിലെ രാജ്കോട്ടിൽ സെയിന്റ് സേവിയേഴ്സ് ആസ്പിറൻസ് ഹൗസിൽ വൈദിക പഠനത്തിനായി ചേർന്നു. തുടർന്ന് ജാംനഗർ സെയിന്റ് സേവിയേഴ്സ് ആസ്പിറൻസ് ഹൗസിൽ തന്റെ തുടർ പഠനം നടത്തുകയും 1990 കറൂട്ടിലുള്ള ലിറ്റിൽ ഫ്ലവർ നോവിഷ്യറ്റ് ഹൗസിൽ തന്റെ നോവിഷ്യറ്റ് കാലഘട്ടം പൂർത്തീകരിക്കുകയും ചെയ്തു. ഫിലോസഫി പഠനത്തിനായി സഭ അദ്ദേഹത്തെ മഹാരാഷ്ട്ര വാർഡ ദർശന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കുകയും അവിടെ പഠനം പൂർത്തിയാക്കി 1995 സെന്റ് സേവിയേഴ്സ് കോളേജ് അഹമ്മദാബാദിൽ നിന്നും ബിരുദം കരസ്ഥമാക്കുകയും ചെയ്തു. 1999 മധ്യപ്രദേശ് ഭോപ്പാൽ സമന്വയ കോളേജിൽ നിന്നും ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കുകയും 2007 പോസ്റ്റ് ഗ്രാജുവേഷനും BEdും നേടി തന്റെ ദൈവിക പഠന കാലഘട്ടം പൂർത്തീകരിക്കുകയും ചെയ്തു. ഒരു വൈദികനാകണമെന്നുള്ള തന്റെ തീക്ഷ്ണമായ ആഗ്രഹം സഫലീകരണത്തിനായി തീവ്രമായി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്ത അദ്ദേഹം 1999 ഡിസംബർ 29-ാം തീയതി വാഴക്കുളം CMI ആശ്രമ ദേവാലയത്തിൽ വെച്ച് മാർഗരിഗറി കരോട്ടന്റെ പിതാവിന്റെ ശുശ്രൂഷ വഴി വൈദിക പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. മിഷൻ പ്രവർത്തനക്കായി ഒഴിവുവെച്ച തന്റെ ജീവിതത്തിൽ ഒത്തിരി ചുമതലകൾ അദ്ദേഹത്തെ നേടിയെത്തി. വൈദിക പദവി സ്വീകരിച്ചതിനു ശേഷം ജാംനഗർ സേക്രഡ് ഹാർട്ട് ചർച്ചിൽ സഹവികാരിയായി സേവനം ആരംഭിച്ച അദ്ദേഹം പിന്നീട് വിത്താപൂർ പാരിഷിൽ വികാരിയായും ബെച്ചോ മിഷൻ സ്റ്റേഷന്റെ ഡയറക്ടറായും സേവനം അനുഷ്ഠിച്ചു. ഈ കാലയളവ് രാജ്യമൊട്ടാകെ നടന്നിയ 2001 ഗുജറാത്ത് ഭൂകമ്പത്തിന് അദ്ദേഹം സാക്ഷിയാകേണ്ടി വന്നു. താൻ സേവനം അനുഷ്ഠിച്ചിരുന്ന ബെച്ചോ മിഷൻ സ്റ്റേഷന്റെ കെട്ടിടങ്ങൾ പൂർണ്ണമായി തകരുകയും ശാരീരിക നേരിടുന്ന 2 കുട്ടികൾ ജീവഹാനി നേരിടുകയും ചെയ്തു. പ്രതിസന്ധികൾ പകരാതെ ഏവർക്കും താങ്ങായി നിലകൊണ്ട അദ്ദേഹം മിഷൻ സ്റ്റേഷന്റെ പുനർനിർമ്മാണ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുകയും 2003 ആദ്യഘട്ടം പൂർത്തിയാക്കുകയും ചെയ്തു. 2003 അദ്ദേഹത്തെ സഭ ജാംനഗറിലുള്ള സ്കൂളിന്റെ പ്രിൻസിപ്പളായി നിയമിച്ചു. ഈ കാലയളവിൽ അദ്ദേഹം ജാംനഗറിലുള്ള CMI ഹൗസിന്റെ സുപ്പീരിയറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. തുടർന്ന് 2011 അദ്ദേഹം കച്ചിലുള്ള സെന്റ് സേവിയേഴ്സ് മുദ്ര സ്കൂളിൽ പ്രിൻസിപ്പളായി നിയമിതനാവുകയും ചെയ്തു. 2014 മുതൽ 5-ാം മിഷനിലെ ഡയറക്ടറായും വൊക്കേഷണൽ ട്രെയിനിങ് സെന്ററിന്റെ ഡയറക്ടറായും സെന്റ് എലിസബത്ത് സ്കൂളിന്റെ മാനേജറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2020 രാജ്കോട്ട് സെന്റ് സേവിയേഴ്സ് പ്രോവിൻസിന്റെ ഫിനാൻസ് കൗൺസിലറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ അദ്ദേഹം വികാരിയായും ആത്മീയോപദേഷ്ടാവായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. CMI സഭ തങ്ങളുടെ മിഷൻ പ്രവർത്തനങ്ങൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തെ 2023 ആഫ്രിക്കയിലെ നമീബിയയിലേക്ക് അയക്കുകയുണ്ടായി. അതിനുശേഷം ഗുജറാത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹം ഇപ്പോൾ CMI മിഷൻ സ്റ്റേഷന്റെ ഷീനയുടെ ഡയറക്ടറായി സേവനം അനുഷ്ഠിച്ചു വരുന്നു. ഞങ്ങളുടെ പ്രിയങ്കരനായ അച്ഛനെ 25-ാം ജൂബിലി ആഘോഷിക്കുമ്പോൾ വിശ്വാസത്തിന്റെയും സേവനത്തിന്റെയും സ്നേഹത്തിന്റെയും ജീവിതത്തിന് അത് സ്പർശിക്കുന്ന ഏവരിലും ചെലുത്താൻ കഴിയുന്ന അഗാധമായ സ്വാധീനത്തെക്കുറിച്ച് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഈ വർഷങ്ങളിൽ അച്ഛൻ ഞങ്ങൾ പലർക്കും ഒരു ഇടയനും നല്ല സുഹൃത്തുമാണ്. ദൈവവിളിയോടും ഈ സമൂഹത്തോടുമുള്ള അദ്ദേഹത്തിന്റെ അചഞ്ചലമായ സമർപ്പണം പ്രത്യാശയുടെയും പ്രചോദനത്തിന്റെയും വെളിച്ചമാണ്. നാം ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഈ നാഴികക്കല്ല് അച്ഛൻ മുഖേനയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി തളച്ചു വളരുന്ന എന്നതിന്റെ ഓർമ്മപ്പെടുത്തലായിരിക്കട്ടെ. വരാനിരിക്കുന്ന വർഷങ്ങളിലും അച്ഛന്റെ ശക്തിക്കും ജ്ഞാനത്തിനും സന്തോഷത്തിനും വേണ്ടി നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. ഇവിടെയുള്ള എല്ലാവരുടെയും പേരിൽ അച്ഛ, നിങ്ങളുടെ 25 വർഷത്തെ വിശ്വാസ സേവനത്തിന് നന്ദി. നിങ്ങളുടെ ജീവിതത്തിലും ശുശ്രൂഷയിലും ദൈവാനുഗ്രഹം സമൃദ്ധമായി തുടരട്ടെ. Congratulations once on this remarkable journey. May God bless you always. സ്വാഗതം ആശംസിക്കുന്നതിനായി പോളി മീഡിയ ക്ഷണിക്കുന്നു. സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഞങ്ങളുടെ സ്നേഹ ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ വൈദികരെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, ഇന്ന് ഞങ്ങൾ ചില പ്രമുഖ കുടുംബാംഗങ്ങളും
ജൂബിലി ആഘോഷം ഞങ്ങൾ വളരെയധികം ആഗ്രഹിച്ച് വർഷങ്ങളായി ഞങ്ങൾ ആഗ്രഹിച്ച് ഒന്നായിരുന്നു. ഞങ്ങൾ സ്നേഹത്തോടുകൂടി വർഗീസത്തിനോട് പല പ്രാവശ്യവും ആവശ്യപ്പെട്ടു, നമുക്ക് ജൂബിലിയൊക്കെ ആഘോഷിക്കണം, വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കണം, ഞങ്ങളുടെ വലിയൊരു സ്വപ്നമാണ്. വർഗീസത്തിനൊക്കെ വളരെ ഞങ്ങളെ നിരുത്സാഹപ്പെടുന്ന രീതിയിൽ അതിനൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയിരുന്നു. എങ്കിലും ഞങ്ങൾ ആ വലിയ ആഗ്രഹത്തിൻ്റെ മുമ്പിൽ വർഗീസ് അച്ഛൻ അനുവാദം തരികയായിരുന്നു. വർഗീസ് അച്ഛൻ പറഞ്ഞു, ഞാൻ വരാം, ഒരു വ്യക്തിയായിട്ട് നിൽക്കാം, നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോളണം. ഞങ്ങൾ പറഞ്ഞു, അച്ഛൻ വന്നാൽ മതി, ബാക്കിയെല്ലാം ഞങ്ങൾ കുടുംബാംഗങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്തു കൊള്ളാം. അച്ഛൻ്റെ ജൂബിലി ആഘോഷിക്കേണ്ടത് ഞങ്ങൾ കുടുംബാംഗങ്ങളുടെ വളരെ വലിയ ഉത്തരവാദിത്തമാണ്, കടമയാണ്. കഴിഞ്ഞ 25 വർഷക്കാലം ഞങ്ങൾ വൈദികനായിട്ട് ബലിയർപ്പിച്ച വൈദികനെ ആദരിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഈ നാടിനു വേണ്ടി തന്നെ തിരഞ്ഞെടുത്ത ആ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിപൂർവം പ്രവർത്തിച്ച അങ്ങയെ ആദരിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ്. ഈ അവസരത്തിൽ അങ്ങയെ കുടുംബാംഗങ്ങൾ, സഹോദരി സഹോദരന്മാർ അവർക്ക് ഇന്ന് നമ്മോട് കൂടിയില്ല, അവരെ നന്ദിയോട് ഓർക്കുകയാണ്. അതുപോലെ തന്നെ ജോലിക്കായിട്ട് വിദേശത്തൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാരുണ്ട്, അവരെ ഞാൻ നന്ദിയോട് ഓർക്കുന്നു. ഇനി ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കാം. ഇന്ന് ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഫാദർ തോമസ് നരിക്കുളമാണ്, നടുവട്ടം സെന്റ് മേരീസ് ഇടവക വികാരിയാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ കൃത്യമായി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ഞാൻ സ്വാഗതമാസം നമ്മുടെ ജൂബിലേറിയനായ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ വർഗീസ് അച്ഛനെയാണ്. അച്ഛൻ CMI രൂപതാംഗമാണ്. അച്ഛൻ ഷീനായി CMI മിഷന്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുകയാണ്. അച്ഛനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ഞാൻ സ്വാഗതം ചെയ്തത് ഫാദർ ജോസ് പഴയാട്ടി അച്ഛനാണ്. അച്ഛൻ പഞ്ചാബ് ജലന്ധർ രൂപതാംഗമാണ്. കൂടാതെ വർഗീസ് അച്ഛൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ മകൻ കൂടിയാണ്. അച്ഛൻ്റെ വളർച്ചയിൽ അച്ഛനോടൊപ്പം അച്ഛനെ സഹായിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ ജോസ് പഴയാട്ടി അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ കൃത്യമായി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഫാദർ പോൾ വിധേയത്തിലാണ്. വർഗീസ് അച്ഛൻ്റെ ഫസ്റ്റ് ഇയർ റെക്ടർ അച്ഛനാണ്. നിലവിൽ ആലുവ CMI ഹൗസിൽ വിശ്രമജീവൻ നയിക്കുന്നു. ഞങ്ങളുടെ വർഗീസ് അച്ഛനെ വിശ്വാസത്തിന്റെ തലത്തിലേക്ക് വഴിപിടിച്ച് വളർത്തിയ വർഗീസ് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത ഞാൻ സ്വാഗതം ചെയ്യുന്നു ഫാദർ ജോസ് എലോങ്കൽ, ആലുവ രാജകോട്ട് CMI ഹൗസ് സുപ്പീരിയർ ആണ്. അച്ഛനെ ചെറുപ്പം കുടുംബത്തിന്റെ പേരിൽ ഏറ്റവും സ്നേഹത്തോടെ ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഫാദർ സിജു പടയാട്ടി അച്ഛനാണ്. ചാലക്കുടി നൈപുണ്യ കോളേജ് പ്രൊഫസറാണ്. അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളെ ഏതൊരു ആവശ്യങ്ങളിലും വർഗീസ് അച്ഛനോടൊപ്പം ഓടിയെത്തി ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ ഫാദർ സിജു പടയാട്ടി അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഫാദർ ജസ്ലിൻ ജോസ്, അസിസ്റ്റന്റ് വികാരി, നടുവട്ടം സെന്റ് ആന്റണീസ് ഇടവക അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ കൃത്യമായി ചെറുപ്പം കുടുംബത്തിന്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഫാദർ സെബാസ്റ്റ്യൻ തൈക്കാനത്ത്, നടുവട്ടം ഇടവക അംഗമാണ്. അച്ഛനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത ഫാദർ ബാബു തൂമാലൻ, നടുവട്ടം ഇടവകമായ അച്ഛനെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നടുവട്ടം ഇടവകയുടെ കൈക്കാരനായ ശ്രീ പോളച്ചൻ ഒരാപ്പുഴക്കാരന് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഞങ്ങളുടെ സ്നേഹം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന വൈദികരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്. ഇവരെ ഏവരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ചെറുപ്പം കുടുംബത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സേവനമനുഷ്ഠിക്കുന്ന ഫാദർ തോമസ് നരിക്കുളച്ചനെ അധ്യക്ഷത ചുമതലയായി ക്ഷണിക്കുന്നു.
കാഴ്ച നൽകാനും അടിച്ചമർത്തപ്പെട്ടവർക്ക് വിടുതി നൽകാനും കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഘോഷിക്കുവാനും താൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ വൈദികൻ്റെയും പുരുഷൻ്റെ നിയോഗം തന്നെയാണ് യേശുവിനെ പോലെ സമഗ്ര വിമോചകൻ ആയിരിക്കുക. പിന്നെ ജോസഫ് പിതാവ് പറഞ്ഞത് നിങ്ങൾ കേട്ടതാണ്. ഈ ദൗത്യമാണ് ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛനായിരിക്കുന്ന രാജകോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ നടത്തുന്നതും ദുരിതാശ്വാസ പ്രവർത്തനവും നടത്തുന്നതുമൊക്കെ ദരിദ്രരോടുള്ള സുവിശേഷമാണ്. ദരിദ്രരെ നിങ്ങൾക്ക് ജൂബിലേറിൻ്റെ കുടുംബാംഗങ്ങളെ, ക്ഷണിക്കപ്പെട്ട അതിഥികളെ, പ്രിയപ്പെട്ട ഇടവക ജനമേ, ആദ്യമേ തന്നെ പൗരോഹിത്യത്തിൻ്റെ 25 വർഷങ്ങൾ പൂർത്തിയാകുന്ന നമുക്കേറെ പ്രിയങ്കരനായ വർഗീസ് അച്ഛന് ഇടവകയുടെ പേരിലും വ്യക്തിപരമായ എൻ്റെ പേരിലുള്ള ജൂബിലിയുടെ എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. ദൈവം അങ്ങയെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് ജർമ്മിയായോട് അരുളി ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ രൂപപ്പെടുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. നമ്മുടെ ഈ കൊച്ചിടവകയിൽ നിന്ന് 32ഓളം വൈദികരും 60-ലേറെ സന്യസ്തരും ഇന്ന് കർത്താവ് പ്രവാചക ദൗത്യത്തിനായി തിരഞ്ഞെടുത്ത മൂലം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അമേരിക്ക തുടങ്ങി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഭാരതത്തിൻ്റെ വിവിധ സ്റ്റേറ്റുകളിൽ പ്രവാചക ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിലേറെ കർത്താവിൽ ആനന്ദിക്കുകയും അഭിമാനിക്കുകയും ചെയ്യാം. ഇതൊന്നും നമ്മുടെ ആരുടെയും നേട്ടമല്ല. നമ്മുടെ പൂർവികർ തിരഞ്ഞെടുത്ത ത്യാഗവും പ്രാർത്ഥനയുമാണ് ഇന്ന് ഇത്തരത്തിലെത്തിച്ചെല്ലുവാൻ നമുക്കിടയായത്. നമ്മളെല്ലാവരും ക്രൈസ്തവർ പോലെ ബലഹീനതയാണ്. സുപരിചിതര വൈദികരെയും സന്യസ്തരെയും കാണുമ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥന ആവശ്യങ്ങളുമായി അവരെ സ്നേഹിക്കും. ജൂബിലേറിയനായ പ്രിയ വർഗീസ് അച്ഛ, വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വർഗീസ് അച്ഛനെ കുറിച്ച് 2 വാക്ക് പറയാനുള്ള അവസരം കിട്ടുമോ ഇല്ലയോ എന്ന്. അപ്പോഴാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്ന പ്രിയപ്പെട്ട നമ്മുടെ പേരെന്താണ് മരിയ വന്ന് പറഞ്ഞത് 2 വാക്കച്ഛൻ പറയണം എന്ന്. എൻ്റെ മനസ്സിലാദ്യം കയറി വന്നത് സംഗതികൾ വർഗീസ് അച്ഛനെ സഭയിലേക്ക് എടുത്തപ്പോൾ ആദ്യമായിട്ട് എന്നെയാണ് ഏൽപ്പിച്ചത്. അന്ന് വർഗീസ് അച്ഛൻ നല്ല ഒരു കുസൃതി കൊടുക്കുകയായി. അന്നുണ്ടായിരുന്ന പിള്ളേരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒരുത്തനെ കൈയൊടിഞ്ഞിട്ട്
ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു വരുമ്പോഴായിരിക്കും വേറൊരുത്തൻ കാലൊടിഞ്ഞ് കിടക്കണം, വേറൊരുത്തൻ നെറ്റ് പൊട്ടിച്ച് അവിടെ വേറെ തൂക്കിയിരിപ്പുണ്ടാകും. ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക, തിരിച്ചു കൊണ്ടുവരിക, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക, ഇതായിരുന്നു. വർഗീസ് ചെറുപ്പത്തിലെ തന്നെ നല്ലൊരു ചാട്ടക്കാരനായിരുന്നു. പല കാര്യങ്ങളും ഇങ്ങനെ കുസൃതി കൊടുത്ത് ചാട്ടം. ഒരു ദിവസം ഒരു ചാട്ടം ചാടി തിരിച്ചു വന്നപ്പോൾ എന്തോ കൈക്കോ കാലിനോ അതിന് ഇത് പറ്റിയിരുന്നു. അവൻ കയ്യിലൊരു വടി നിറ കഴിക്കും, നല്ലൊരു അടി കൊടുത്തു ഉള്ള കയ്യിൽ. എനിക്ക് പറഞ്ഞാൽ അതിൻ്റെ പാടുണ്ടായിരുന്ന തോട്ട കയ്യിൽ. പക്ഷെ ഇന്നൊരു സന്തോഷമുള്ളത്, അതിൻ്റെ ഞാൻ എന്തുദ്ദേശിച്ച് ശിക്ഷിച്ചുവോ അതിൻ്റെ പൂർത്തീകരണവും കഴിഞ്ഞ് വർഗീസിന് ചാടി 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 ഇതാ ജൂബിലി, സിൽവർ ജൂബിലിയുടെ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ദൈവം ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് നൽകി. ബച്ചാവിലെ എർത്തുകൊണ്ടായിരുന്ന അവസരത്തിൽ അദ്ദേഹം താമസിച്ചിരുന്ന ആ കെട്ടിടം ആ എർത്തുവേക്കിൽ പൂർണ്ണമായിട്ടും മണ്ണിൻ്റെ അടിയിലേക്ക് താന്നുപോയി. 2 കുഞ്ഞുങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അവരും ആ എർത്തുവേക്കിൽ ആ കെട്ടിടത്തിലുണ്ടായ അവരും താന്നുപോയി. ഒരു 10-15 അടി താഴേക്ക് ആയിരിക്കാം ആ കെട്ടിടം താഴ്ന്നു പോയത്. ആ സമയത്ത് വർഗീസിന് ആ കെട്ടിടത്തിലുണ്ട്. ആ കെട്ടിടം താഴ്ന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവിടെ നിന്നെടുത്ത് ഒരൊറ്റ ചാട്ടം. ആ ചാട്ടത്തിലാണ് വർഗീസിന് രക്ഷപ്പെട്ടത്. അങ്ങനെ ഒരു ചാട്ടം ചാടിയതുകൊണ്ടാണ് ഇന്ന് വർഗീസച്ചൻ നമ്മുടെ മുന്നിൽ ജൂബിലി ആഘോഷിക്കുന്ന വൈദികനായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ദൈവത്തിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഇനിയും അദ്ദേഹത്തിന് പല ചാട്ടങ്ങളും ചാടാനുണ്ട്. അതുകൊണ്ട് ദൈവം പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ച് ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയുവാനുള്ളത്, വർഗീസച്ചൻ നിസ്വാർത്ഥമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, സഭയ്ക്ക് വേണ്ടിയിട്ട്, CMI സഭയ്ക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുവാനായിട്ട് എന്നും നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പല സ്റ്റേഷൻസ്, ഞങ്ങളുടെ രാജ്കോട്ട് പ്രോവിൻസിലെ രൂപതയിലെ പല മിഷൻ സെൻറ്റേഴ്സും വളർത്തിക്കൊണ്ടുവന്ന്
നമുക്ക് ഡാൻസ് പ്രോഗ്രാംസും കാണാം. അപ്പോൾ അടുത്തതായി അനന്യയെ ആൻഡ് ടീമിനെ ക്ഷണിക്കുന്നു. നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ആരാകിലും നിന്നിൽ ചേരേണ്ടവർ ഞങ്ങൾ ഓരോ ദിനം കഴിയേ. കാറ്റിൻ്റെ കാലൊച്ച കേൾക്കുമ്പോഴും നീ വന്ന പോലുള്ളിൽ തോന്നുന്നിതാ. നെഞ്ചു നീറിടുമ്പോഴും എന്റെ താളമായി ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താ നീ എന്ന നാമം പൊരുളേ. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ഉയിരിൻ നാഥനെ. കണ്ണാടി കൂട്ടിലൊരുണ്ണി പിറന്നേ മഞ്ഞൾ പൂക്കൾ
നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ഞാനെന്നൊരേ ജന്മം നീ തന്ന സമ്മാനം ആനന്ദമാം ഉറവേ ആരാകിലും നിന്നിൽ ചേരേണ്ടവർ ഞങ്ങൾ ഓരോ ദിനം കഴിയേ കാറ്റിൻ്റെ കാലൊച്ച കേൾക്കുമ്പോഴും നീ വന്ന പോലുള്ളിൽ തോന്നുന്നിതാ നെഞ്ചു നീറിടുമ്പോഴും എന്റെ താളമായി നീ. ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താ നീ എന്ന നാമം പൊരുളേ